നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് സ്നേഹിച്ച് നമ്മളൊരാൾക്ക് അഡിക്റ്റായി എന്നതിൻ്റെ ലക്ഷണങ്ങൾ ആണ്. അതിൽ ഒന്നാമത്തെ ലക്ഷണമാണ് രാവെന്നോ പകലെന്നോ ഇല്ലാതെ നമ്മുടെ ചിന്ത അവരെക്കുറിച്ച് മാത്രമായി മാറുന്നു. നിങ്ങളുടെ സമയത്തിൻ്റെ നല്ല ഒരു ഭാഗം അങ്ങനെ വെറുതെ പാഴായി പോകുന്നു. അതോടൊപ്പം ചിലപ്പോൾ നിങ്ങളുടെ മനസമാധാനം കൂടി പോയി എന്നും വരാം. അതായത് മനസ്സിലെപ്പോഴും ഇങ്ങനെ അവരെക്കുറിച്ചുള്ള ഓരോ ചിന്തകൾ മാത്രം ഇങ്ങനെ നിറഞ്ഞിങ്ങനെ നിൽക്കും. ആ സമയങ്ങളിൽ നമ്മൾക്ക് മറ്റൊന്നിലും ശ്രദ്ധ കൊടുക്കാൻ പറ്റാതെ നമ്മുടെ മനസ്സിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. അല്ലെങ്കിൽ ആ വ്യക്തിയുടെ നെഗറ്റീവ് വശങ്ങൾ എടുക്കുക ആണെങ്കിൽ ആ ചെറിയ വേദന കിടക്കുക ആണെങ്കിൽ മനസ്സിൻ്റെ അവസ്ഥ സങ്കീർണമായിത്തീരും, വേദന സങ്കീർണമായിത്തീരും. ഇങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരാൾക്ക് അഡിക്റ്റായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാവുന്നതാണ്. രണ്ടാമത്തെ കാര്യമാണ് മനസ്സിൽ നിന്ന് അവരെ എടുത്തു കളയണം. അല്ലെങ്കിൽ ഈ ബന്ധം വേണ്ട എന്നൊക്കെ നിങ്ങൾ എത്ര ചിന്തിച്ചാലും നിങ്ങൾക്ക് വളരെ ആഗ്രഹമുണ്ടായിരിക്കും. എന്നിരുന്നാലും അത് നടക്കാതെ കൂടുതൽ നിങ്ങൾ അവരിലേക്ക് കൂടുതൽ ആഴത്തിൽ അഡിക്റ്റായിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് അങ്ങോട്ട് ചാഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് മറ്റൊരു ലക്ഷണമാണ്. മൂന്നാമത്തെ ലക്ഷണമാണ് അവർ ദിവസത്തിൽ ഒന്നെങ്കിലും വിളിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഒരു മെസ്സേജെങ്കിലും ദിവസത്തിൽ വന്നില്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയം ആകപ്പാടെ അസ്വസ്ഥമാകാൻ തുടങ്ങുന്നു. ഇതൊക്കെ പൂർണ്ണമായും നിങ്ങൾ അഡിക്റ്റാവുന്നു എന്നതിൻ്റെ ലക്ഷണമാണ്. നാലാമത്തെ ലക്ഷണമാണ് നിങ്ങളുടെ ഒരു കാര്യങ്ങളിലും നിങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ വരുന്ന ഒരു അവസ്ഥ. നിങ്ങളുടെ ഹൃദയം അവരിൽ മാത്രം നിൽക്കുന്നു. ഇങ്ങനെയൊക്കെ ഒരു വ്യക്തിയുടെ മനസ്സ് ആയി തീരുക ആണെങ്കിൽ, അത് പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ അവർക്ക് വളരെയധികം പഠനത്തിൽ ഇടിവ് പറ്റാൻ സാധ്യതയുണ്ട്. അതായത് ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അവസ്ഥയിലായി തീരുന്നു. നല്ല ലക്ഷ്യങ്ങളൊക്കെ വച്ച് ജീവിതത്തിൽ ഉയരണമെന്ന രീതിയിൽ മുന്നോട്ടു പോകുന്ന വ്യക്തികൾ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള മാനസിക അവസ്ഥയിൽ പെട്ടു പോകുക ആണെങ്കിൽ അവർക്ക് നല്ല തളർച്ച നേരിടുന്നു. അഞ്ചാമത്തെ ലക്ഷണമാണ് എപ്പോഴും അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മെസ്സേജ് പോലും വന്നില്ലെങ്കിലും ഒന്നും കണ്ടില്ലെങ്കിലും പല പ്രാവശ്യം ഇത് ആവർത്തിക്കാൻ ഇടയായിത്തീരുന്നു. ഇത് മനസ്സ് അഡിക്റ്റായാൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അവർ വന്നോ, ഓൺലൈനിലുണ്ടോ, വന്നിട്ട് പോയോ, എന്തേ ഒരു മെസ്സേജ് പോലും വന്നിട്ട് അയക്കാത്തത്, അവർക്കെന്നോടുള്ള സ്നേഹം പോയോ, അങ്ങനെ പല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ട് മനസ്സ് വേദനിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ സമയം പാഴാക്കി കളയുന്നു. ഇതും ഒരു ലക്ഷണമാണ്. ആറാമത്തെ ലക്ഷണമാണ് എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് മനസ്സ് സ്വയം വേദനിക്കാൻ ഇടയായിത്തീരുന്നു. അവർക്കെന്നെ ഇഷ്ടമാണോ, അല്ലെങ്കിൽ മറ്റാരെങ്കിലുമായി അവർക്ക് ബന്ധങ്ങളുണ്ടോ, അതുകൊണ്ടാണോ ഇങ്ങനെ അകന്നു മാറുന്നത്, മെസ്സേജ് അയക്കാത്തത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് സ്വയം ഇങ്ങനെ വേദനിക്കാൻ ഇടയാകുന്നു. ഇതിൻ്റെയൊക്കെ പിന്നിൽ മറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം, മനസ്സ് തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അവർ എന്നെ വിട്ട് മറ്റാരെയെങ്കിലും തേടിപ്പോയിട്ടുണ്ടോ, എന്നോടുള്ള സ്നേഹം മാറി മറ്റാരെയെങ്കിലും സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ, എനിക്ക് തന്നിരുന്ന സ്നേഹം മറ്റാർക്കോ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ മനസ്സ് ആലോചിച്ചു കൂട്ടുന്നത്. സത്യത്തിൽ ഇവിടെ ആർക്കും ആരോടും സ്നേഹമില്ല എന്നുള്ളതാണ് സത്യം. അവരിൽ നിന്നുള്ള മുതലെടുപ്പുകൾ അല്ലെങ്കിൽ ഏതോ രീതിയിലുള്ള കാര്യസാധ്യമൊക്കെ നോക്കിയാണ് പലരും പലരെയും സ്നേഹിക്കുന്നത്. ആത്മാർത്ഥ സ്നേഹം വെറും 1% മാത്രമേ ഉള്ളൂ. ഇതൊക്കെ മനസ്സിലാക്കി വേണം എല്ലാവരും മുന്നോട്ടു പോകാനും പ്രവർത്തിക്കാനും.
നിങ്ങൾക്കിങ്ങനെ ഏതെങ്കിലും അഡിക്റ്റിങ് വരികയാണെങ്കിൽ അതിനെയൊക്കെ നിയന്ത്രിക്കാൻ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് തകർച്ചയാണ് ഫലം. ഇതുകൊണ്ട് ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയോജനവും ഇല്ലാത്ത കേസുകളാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഫലം ഒട്ടും കിട്ടത്തുമില്ല. മാനസികമായി വേദനിക്കുന്ന വ്യക്തി അവസാനം വേദന തുടർന്ന് അങ്ങനെ വേദനയേറ്റ് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഇതിൻ്റെ ഒരു പ്രത്യേകത ആണ്. ഇതൊക്കെ സത്യത്തിൽ വെറുതെയാണ്. എത്ര റിസ്ക് എടുത്തിട്ടും ഒരു കാര്യവുമില്ല എന്നാണ് പല അവസ്ഥകളും പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കണം, ആരാണെങ്കിലും നിങ്ങളെ യഥാർത്ഥമായി സ്നേഹിക്കുന്നവർ എന്നും നിങ്ങളോട് ഒരുപോലെ ആ സ്നേഹവും ബന്ധവും ഇഷ്ടവും എല്ലാം നിലനിർത്തിക്കൊണ്ട് പോകും. നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കാത്തവർ അവരുടെ സ്നേഹത്തിന് ഏറ്റക്കുറച്ചിലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കും. അത് നിങ്ങൾക്ക് നല്ലതുപോലെ അനുഭവപ്പെടും. അങ്ങനെ ഏറ്റക്കുറച്ചിലുകൾ ഒരു വ്യക്തിയുടെ സ്നേഹത്തിന് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ആ ബന്ധങ്ങളൊക്കെ കുറച്ചു നാൾ കഴിയുമ്പോൾ തകർന്നു പോകും, അല്ലെങ്കിൽ അവർ അവരുടെ വഴിക്ക് പോകും എന്ന്. എന്നാൽ ഒരേപോലെ നിൽക്കുകയാണെങ്കിൽ ആ സ്നേഹബന്ധങ്ങൾ കുറേ നാൾ ഇങ്ങനെ മുന്നോട്ടു പോകും. അങ്ങനെയുള്ള ബന്ധങ്ങളാണ് വിജയിക്കാൻ സാധ്യതയുള്ളത്. ഇതും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം.